ഇന്ന് ഈ എപ്പിസോഡിൽ, അതായത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റഷ്യ ഉക്രൈൻ വാറാണ്. ഏകദേശം 4 വർഷത്തിൽ കൂടുതലായി. ഇന്ന് റഷ്യയുടെ സ്ഥിതി, അതായത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സൂപ്പർ പവർ, മിലിറ്ററി പവർ. മറ്റ് പലയിടത്തും പറഞ്ഞു ചൈനയാണ് രണ്ടാമത്തെ പവർ. ഞാനും വിശ്വസിക്കുന്ന ചൈനയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പവർ. പക്ഷേ ഡാറ്റ വെച്ച് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഇപ്പോഴും അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ മിലിറ്ററി പവർ എന്ന് പറയുന്നത് റഷ്യയാണ്. അത്രമാത്രം ഫോഴ്സുകളുണ്ട്, വലിയ രാജ്യമാണ്. അതായത് യുക്രൈനുമായി യുദ്ധമുണ്ടായ സമയത്ത് നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, റഷ്യൻ സൈന്യം കീവ്, അതായത് ക്യാപിറ്റൽ സിറ്റി, വ്ളാദിമിർ സെലൻസ്കി താമസിക്കുന്ന സിറ്റിയുടെ സിറ്റിക്ക് അകത്തോട്ടങ്ങ് കയറി. വലിയ ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടായി, കാരണം ഇൻവേഡ് ചെയ്ത് അകത്ത് കയറി. ഉക്രൈൻ ആ സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് പട്ടാളം പോലും ഇല്ല. അതായിരുന്നു ആ രാജ്യത്തിൻ്റെ സ്ഥിതി. അവർക്ക് ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് ഇവർ നാറ്റോയിലോട്ട് വരുന്ന മെമ്പർഷിപ്പ് കൊടുക്കുന്നു. അതിൻ്റെ പേരിലാണ് ഈ വാർ ഉണ്ടാവുന്നത്. കാരണം നാറ്റോ രാജ്യങ്ങൾ, ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളെടുത്താൽ ഇവർക്കൊന്നും അധികം പേർക്ക് സൈന്യമില്ല. അപ്പം അങ്ങനെ പോയ ഒരു രാജ്യത്ത് ആ കീവ് വരെ പോയ റഷ്യൻ സൈന്യം പിന്നെ പിറകോട്ട് പോയി. അതേപോലെ തന്നെ റഷ്യയുടെ ഏകദേശം കീവ് വരെ വന്നു കഴിഞ്ഞപ്പോഴാണ് കീവ് സിറ്റിക്കകത്ത് തന്നെ ഇൻ്റർനാഷണൽ മീഡിയയും അതേപോലെ ഗ്ലോബലായിട്ടുള്ള മിലിറ്ററി എക്സ്പേർട്ടുകളും പറയുന്നത് അവിടെ 2000 മുതൽ 3000 ടാങ്കുകൾ, പാറ്റൺ ടാങ്കുകൾ നശിച്ചുപോയി. കാരണം ജാവലിൻ എന്ന് പറയുന്ന അമേരിക്കൻ ഈ മിസൈലുണ്ട്, ആൻറ്റി ടാങ്ക് മിസൈൽ. അത് അമേരിക്ക ശരിക്കും അങ്ങ് കൊടുത്തു. അത് അവിടെയുള്ള സാധാരണക്കാർ ട്രെയിൻ ചെയ്ത് ഇതിനെ ഫയർ ചെയ്തു. വീടിൻ്റെ അകത്തും മൾട്ടിപ്പിൾ ഫ്ലോർ ആയിട്ടുള്ള അതിനകത്തിരുന്ന് ഇതിനെ ആരും കാണാതെ ഫയർ ചെയ്തു. ഇത് ഭയങ്കരമായിട്ട് അങ്ങ് നശിച്ചു. പിന്നെ പ്രഷർ മൗണ്ട് ചെയ്ത് ഇവർ തിരിച്ചങ്ങ് റഷ്യയിലോട്ട് പോയി. അതിൻ്റെ അകത്ത് ഡോൺബാസ്ക് എന്ന് പറഞ്ഞ ആ സ്ഥലം മാത്രം വിട്ടുകൊടുത്തില്ല. അത് പഴയ റഷ്യൻ റീജിയൻ ആയിരുന്നു. കൂടുതലും റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർ, റഷ്യൻ പൈതൃകമുള്ളവരാണ് ഈ പറയുന്ന ഡോൺബാസ്ക് റീജിയൻ്റെ അകത്തുള്ളത്. വാർ 4 വർഷത്തോളം നീണ്ടു നിന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ? കഴിഞ്ഞ 1.5-2 ആഴ്ച കൊണ്ട് റഷ്യയുടെ അടപ്പങ്ങ് പൂട്ടുകയാണ്. ഏകദേശം 10 ലക്ഷത്തോളം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അതേപോലെ തന്നെ 10 ലക്ഷത്തോളം അതിന് മുകളിൽ റഷ്യൻ സൈനികർ സീരിയസ്ലി ഇഞ്ചേർഡായി. എന്താണ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഉക്രൈൻ നേടിയത്? ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അമേരിക്കൻ വെപ്പൺസും യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കുന്ന വെപ്പൺസ് വെച്ചാൽ. ആ രാജ്യത്ത് വെപ്പൺ ഉണ്ടാക്കുന്നൊരു ഫാക്ടറി ഇല്ല. ഒരു ചെറിയ ബോംബ് പോലും ഉണ്ടാക്കുന്നൊരു ഫാക്ടറി ഇല്ല. പോലീസിന് അവർക്കൊക്കെ ഗ്രനേഡും പരിപാടികളൊക്കെ മാത്രമേ ഉള്ളൂ. ആ രാജ്യമാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് വിദേശ സഹായത്തോടു കൂടി അവരുടെ എഞ്ചിനീയേഴ്സ് അമേരിക്കയിലും യൂറോപ്പിലും പോയിട്ട് അവർ പലതും പഠിച്ചു. എന്നിട്ട് ഈ സാധനങ്ങൾ അവിടെ മാനുഫാക്ചർ ചെയ്തു. അപ്പം അമേരിക്ക ടോം ഹോക്സ് മിസൈൽ കൊടുത്തിട്ടില്ല. കാരണം ടോം ഹോക്ക് മിസൈൽ കൊടുത്തു കഴിഞ്ഞാൽ മോസ്കോയിൽ അറ്റാക്ക് ചെയ്യും. ഡീപ്പായിട്ട് റഷ്യയിലോട്ട് കയറി അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് അത് കൊടുക്കാതിരുന്നത്. കാരണം പ്രത്യേകിച്ച് പുടിനും ട്രംപുമായിട്ടുള്ള ബന്ധം. കാരണം ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് റഷ്യയെ നശിപ്പിച്ചിട്ട് ചൈനയെ 2ാം സ്ഥാനത്ത് കൊണ്ടുവരാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവരുടെ പൊളിറ്റിക്സ് കൊണ്ട് ഇതിൻ്റെ അത് ജിയോ പൊളിറ്റിക്സ് ഇതിൻ്റെ അത് മാറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഉണ്ടായത്? അവരവരുടെ ഡൊമസ്റ്റിക്കായിട്ട് ഈ പറയുന്ന ഫ്ലെമിംഗോ എന്ന് പറഞ്ഞൊരു മിസൈല് അവരുണ്ടാക്കുന്നു. ഫാക്ടറി വെച്ച് മനസ്സിലാക്കുക. ഏകദേശം അവരുടെ കയ്യിൽ ഏകദേശം 5-6 ലക്ഷം ഫ്ലെമിംഗോ മിസൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. പുതിയ ലേറ്റസ്റ്റ് കണക്കുകളാണ് പലയിടത്തും വരുന്നത്. അതേപോലെ ഡ്രോൺ, അതും ഏറ്റവും ചീപ്പായിട്ട് ഏകദേശം $2000 മാത്രം ചിലവുള്ള ഡ്രോൺസ് ഉണ്ടാക്കി. അത് ഏകദേശം 20 ലക്ഷം അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 20 ലക്ഷം. അതിൻ്റെ ചില ഫാക്ടറികളുടെയൊക്കെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വർഷം 10 ലക്ഷത്തിന് മുകളിലാണ്. പല മൾട്ടിപ്പിൾ ഫാക്ടറി ഉണ്ട് പല ക്യാമ്പസുകളിലായിട്ട്. ഇഷ്ടം പോലെ ഡ്രോൺസായി, ഇഷ്ടം പോലെ ലോങ് റേഞ്ച് ഫ്ലെമിംഗോ മിസൈൽ. റഷ്യൻ മോസ്കോ നഗരം കത്തിച്ചു കളഞ്ഞു. മോസ്കോയിലെ ഏറ്റവും വലിയ റിഫൈനറി, മോസ്കോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്
അവർക്ക് പെട്രോളിയം പ്രോഡക്റ്റ് അവിടെ ജനങ്ങൾക്ക് റേഷനായിട്ട് കൊടുക്കേണ്ട സ്ഥിതിയിലോട്ടുണ്ടായി. കാരണം അത് കത്തിച്ച് കളഞ്ഞു. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, വ്ളാദിമിർ പുടിൻ താമസിക്കുന്ന വീടിന് സമീപത്തായിട്ട് 10 കിലോമീറ്റർ പോലും ഇല്ല റഷ്യയുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ മിസൈൽ കൊണ്ട് ഹിറ്റ് ചെയ്തു. റഷ്യൻ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഹിറ്റ് ചെയ്തു. സെൻസിറ്റീവ് ആയിട്ടുള്ള റഷ്യൻ കെമിക്കൽ ഫാക്ടറി, അത് ഇത് അടിപടലം മുഴുവൻ അവർ ഡ്രോൺസും മിസൈലും വെച്ച് അടിച്ചു. ഇന്നും ആ ഹിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യക്ക് കൗണ്ടർ പോലും ചെയ്യാൻ പറ്റത്തില്ല. അതേ സമയത്ത് തന്നെ ഉക്രൈൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് പാട്രിയോട്ടിക് മിസൈലും മറ്റുള്ള അമേരിക്കൻ സാധനങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റം. അതും അവർ മറ്റുള്ള രാജ്യങ്ങളുടെ സഹായത്തോട് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചു. നിങ്ങൾ കണ്ടു കാണും, ഈ വ്ളാദിമിർ സെലൻസ്കി ഈ ഇറാൻ വെസ്റ്റ് ഏഷ്യ വാർ ഉണ്ടായ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു ഏറ്റവും ചീപ്പായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അവരുടെ കയ്യിലുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം അയാളുടെ നിന്ന് വാങ്ങി, ഉക്രൈനിൽ നിന്ന് വാങ്ങി. ഇപ്പോഴും ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് റഷ്യൻ മിസൈലുകൾക്കും ഡ്രോൺസിനും കീവ് സിറ്റിക്കകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഇത് പിടിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഇത് വൈഡ് റേഞ്ചായിട്ട് റഷ്യ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം കീവിലോട്ട് പോകാൻ ഭയങ്കര പാടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മിലിറ്ററി എക്സ്പേർട്ടുകൾ പറയുന്നത് ഒരു 100 ഡ്രോൺസ് 100 മിസൈലൊക്കെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 50-60% ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ഏകദേശം 90% സക്സസ് റേറ്റ് ആണെന്നാണ് പറയുന്നത്. അതാണ് ഈ ഇസ്രായേലും പറഞ്ഞത്. അപ്പം ആ രീതിയിലുള്ള ഡിഫെൻസീവ് സിസ്റ്റത്തിലോട്ടും എയർ ഡിഫൻസ് സിസ്റ്റവും അതേപോലെ ബോംബുകളാണെങ്കിലും മിസൈലുകളാണെങ്കിലും ഡ്രോൺസും ലോകത്തിലെ ഏറ്റവും ചീപ്പായിട്ട് ഈ പറയുന്ന ഉക്രൈൻ ഉണ്ടാക്കി. ഇവിടെയാണ് റഷ്യക്ക് അടി കിട്ടിയത്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇവർ മോസ്കോ അറ്റാക്ക് ചെയ്തത്? ആദ്യം ഇവർ കുറച്ച്, ഇപ്പം ചില പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തയാണ്, ഇൻ്റർനാഷണൽ മിലിറ്ററി എക്സ്പേർട്ടുകൾ പറയുന്നതാണ്, അതായത് ഡമ്മി ആയിട്ടുള്ള ഒത്തിരി ഡ്രോൺസ് വിടുന്നു. അപ്പോൾ ഉറപ്പായിട്ടും മോസ്കോ എന്ന് പറയുന്ന സിറ്റി ഹൈലി ഡിഫെൻസീവ്, വളരെയധികം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ചുറ്റും എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഈ ഡമ്മിയെ കയറി അങ്ങ് ഹിറ്റായി. അതിൻ്റെ കൂടെ ഈ പുറകിൽ കൂടി ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതാണ് മോസ്കോ നഗരത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, മോസ്കോ എയർപോർട്ട് ഏകദേശം 6 മണിക്കൂർ അടച്ചിട്ട്, അവരുടെ 4 എയർപോർട്ടുണ്ട് മോസ്കോയ്ക്കകത്ത്. അതിൻ്റെ പ്രധാനപ്പെട്ട എയർപോർട്ടും മറ്റുള്ള എയർപോർട്ടുകളും 4-4.5 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അടച്ചിട്ടു. നാശിപ്പിച്ച് നാറാണക്കല്ലാക്കി. മോസ്കോ നഗരം മുഴുവനും തീ പുകയുമാണ്, കറുത്ത പുക മാത്രമായി. ഇപ്പം ഈ ഒരു സ്ഥിതിയിലോട്ട് ഇങ്ങനെ ഈ പോയിന്റ് കാരണം എന്ത്? ഇതാണ് വ്ളാദിമിർ പുടിൻ്റെ പോളിസി, അതായത് മിലിറ്ററി സ്ട്രാറ്റജി കംപ്ലീറ്റ് ഫെയിലിയർ ആയിപ്പോയി. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം പൊട്ടൻഷ്യലി അവർ ഇത്രമാത്രം അത് അഗ്രസീവായിട്ട്, അവർ ഡൊമസ്റ്റിക്കായിട്ട് അവരുടെ സ്റ്റേറ്റ് ഓഫ് ഹാർട്ടിൽ ഇത് ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ല. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഡ്രോൺസ് ആരാ കൊടുത്തുകൊണ്ടിരുന്നത്? ടർക്കി. മിസൈൽ ആരാ? അമേരിക്ക. അതും ഷോർട്ട് റേഞ്ചാണ് കൊടുക്കുന്നത്. എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്ക കൊടുത്തു. അപ്പം ഇനി ഈ സാധനങ്ങളൊന്നും, ഈ ടെക്നോളജി, അതിൻ്റെ ലൈസൻസ് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഈ പറയുന്ന ഉക്രൈന് കൊടുത്തു. അതുകൊണ്ടാണ് അവർ മാസീവായിട്ട് പ്രൊഡക്ഷനിലോട്ടങ്ങ് കയറിയത്. ഇനി അടുത്ത സംഭവം 2014 റഷ്യ പിടിച്ചെടുത്ത സ്ഥലമാണ് ക്രീമിയ. അവരുടെ ഒരു ഐലൻഡാണ് ബേസിക്കലി. ഐലൻഡ് പിടിച്ചെടുത്തിട്ട് റഷ്യ വലിയ പാലമൊക്കെ പണിതു. ഒത്തിരി റഷ്യക്കാരെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഇന്ന് ക്രീമിയയുടെ സ്ഥിതി എന്താണ്? അവിടെയുള്ള റഷ്യക്കാർ മുഴുവൻ തിരിച്ചു പോവുക. കാരണം ആ സിറ്റിക്കകത്ത് മുഴുവനും ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്യുക, മിസൈൽ വെച്ച് അറ്റാക്ക് ചെയ്യുക. റഷ്യൻ പട്ടാളത്തെ ഓടിച്ചിട്ട് ഡ്രോൺ വെച്ച് അടിക്കുക. എവിടെയൊക്കെ വലിയ യൂണിറ്റുകളുണ്ട് അവിടെയൊക്കെ അങ്ങ് വീഴുകയാണ്. എത്ര പേര് മരിച്ചു എന്ന് പോലും പറയുന്നില്ല, പുറത്ത് പറയുന്നില്ല. ഇതെങ്ങനെയാണ് ലോകം പൂർണ്ണമായിട്ടും പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നത്? റഷ്യയിലുള്ള ഈ ഗവൺമെൻറ്റിനെ, പുടിൻ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിജിറ്റൽ യൂട്യൂബും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പല ടെലഗ്രാമിലും അവിടെയൊക്കെ ഉള്ളവർ. ഇവരാണ് ഓരോ കാര്യങ്ങൾ അങ്ങ് പുറത്തോട്ട് വിടുന്നത്. റഷ്യൻ നഗരം കത്തുകയാണ്. മോസ്കോ മാത്രമൊന്നുമല്ല, പല സിറ്റികളിലും. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്ന ഡോൺബാസ്കി തന്നെ റഷ്യ അവിടെ ബോംബ് ചെയ്യാൻ തുടങ്ങി. കാരണം ആ സിറ്റി പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവിടെയും ഭയങ്കര ഫിറാസായിട്ടുള്ള ഫൈറ്റ് നടക്കുകയാണ് ഉക്രൈൻ പട്ടാളവുമായിട്ട്. ഉക്രൈൻ ഈ വാറിനൊക്കെ ഉണ്ടായ ശേഷം അവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുത്തു
എടുത്തുണ്ടാക്കിയതാണ് ഈ പട്ടാളം എന്ന് പറയുന്നത്. അതാണ് തമാശ എന്ന് പറയുന്നത്. അതിനെ വെച്ചാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള റഷ്യൻ പട്ടാളം അവർ ഒത്തിരി ആഫ്രിക്കയിൽ നിന്ന് ഒത്തിരി ആൾക്കാരെ എടുത്തു, നേപ്പാളിൽ നിന്ന് എടുത്തു, പല ഇന്ത്യക്കാരവിടെ പോയി ജോയിൻ ചെയ്തു. എന്നിട്ട് മെസ്സിനറി, അതായത് വാടകയ്ക്ക് ആൾക്കാരെ എടുത്തു, കൂലിപ്പട്ടാളത്തെ എടുത്തു. ഇന്ന് പുട്ടിന് കൃത്യമായിട്ട് പിടികിട്ടി. അതായത് ഇപ്പോഴത്തെ ഈ പുതിയ സംഭവ വികാസങ്ങളാണ് പുട്ടിന് മനസ്സിലായി. ഇത് ഫർദർ ഈ വാറും പോവുകയാണെങ്കിൽ ഈ മോസ്കോയ്ക്കകത്ത് വരെ ഈ പറയുന്ന ഉക്രൈൻ സേന കയറാൻ സാധ്യതയുണ്ട്. ഈ കണ്ടിന്യൂസ് ആയിട്ട്, കാരണം അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഡ്രോൺസും മിസൈലും റഷ്യക്കകത്തങ്ങ് പതിക്കുകയാണ്. അതായത് റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിയുന്നില്ല ഇതിനെ കൺട്രോൾ ചെയ്യും. ഇപ്പോഴെന്തോ മോസ്കോ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി റഷ്യ ചെയ്യുന്ന പരിപാടി എന്താ, മറ്റു പല ഭാഗത്തും ഉപയോഗിച്ചുകൊണ്ടിരുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അത് മുഴുവൻ ഇപ്പോൾ മോസ്കോയിലോട്ട് കൊണ്ടുവരിക. കാരണം മോസ്കോ സിറ്റി കൺട്രോൾ ഈ പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ, ക്യാപിറ്റൽ സിറ്റിയാണ്. അവിടെ ജനങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി, എപ്പോഴും പൊട്ടാം. ആ രീതിയിലാണ്, അതായത് മഴ പോലെയാണ് ഈ സാധനം വരുന്നത് ഉക്രൈനിൽ നിന്ന്. മനസ്സിലാക്കുക, വ്ളാദിമിർ പുടിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ അടിയാണ്. അയാൾക്കത് ഈസി ആയിട്ട് സെറ്റിലാക്കാമായിരുന്നു. ഉക്രൈൻ ഈ പറയുന്ന നാറ്റോയിൽ ചേരാൻ തയ്യാറായില്ല, ഓക്കെ വേണ്ട എന്ന് വെച്ചു. ഡോൺബാസ്ക് എന്ന് പറഞ്ഞ റീജിയനും വേണ്ട എന്ന് വെച്ചു. പക്ഷെ റഷ്യയുടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്ന ഈ വാറിൻ്റെ അകത്ത്, അതായത് ഗെയിം ചേഞ്ചർ ആവുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടുണ്ടായ ഡെവലപ്മെൻറ്റ്. അതായത് റഷ്യക്ക് കിട്ടിയ ഏറ്റവും വലിയ സെറ്റ് ബാക്കും ബാക്ക്ലാഷുമാണ്. ഉക്രൈൻ നല്ല പോലെയാണ് ഈ പറയുന്ന ഈ ലോങ് റേഞ്ച് മിസൈലും ഡ്രോൺസും ഉപയോഗിച്ച് വളരെ ചീപ്പായിട്ട്, അതായത് കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ് ഈ ഫ്ലെമിംഗോയുടെ ഒക്കെ, ഇത് വെച്ച് ഹിറ്റ് ചെയ്യുവാണ് റഷ്യ. അടിമുടി. ഇതിനകത്ത് പുടിൻ എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ പബ്ലിക്കും ഈ പറയുന്ന പുടിനെതിരെ തിരിയുകയാണ്. മോസ്കോ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവിടുത്തെ പ്രസിഡൻറ്റിനും പട്ടാളത്തിനും കഴിയുന്നില്ല. പട്ടാളത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരെ ഹിറ്റ് ചെയ്തു പോയി. ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ അവിടെ വരെയാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി എത്ര നാൾ ഈ വാർ മുന്നോട്ട് പോകും? ഇതാണ് അടുത്ത ചോദ്യം. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ പുതിയ ആ റിപ്പോർട്ടുകളൊക്കെ വായിക്കുവാണെങ്കിലും, അതേപോലെ തന്നെ മിലിറ്ററി ഇൻ്റർനാഷണൽ എക്സ്പേർട്ടുകൾ പറയുന്നത് കൂടുതൽ നാൾ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ വ്ളാദിമിർ പുടിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഏറ്റവും വലിയ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും റഷ്യക്ക്. അങ്ങനെ വലിയ ഇൻ്റർനാഷണൽ പ്രഷർ ഉണ്ടാകും. എവിടെയാണ് ഈ വ്ളാദിമിർ സെലൻസ്കിക്ക് ഇത്രമാത്രം ധൈര്യം കിട്ടിയത്? ഈ പാരീസിൽ കഴിഞ്ഞ G7 ഉച്ചകോടിയിലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും, അതേപോലെ തന്നെ അമേരിക്കയും വ്ളാദിമിർ സെലൻസ്കിയോട് പറഞ്ഞു മോസ്കോ ഹിറ്റ് ചെയ്യാൻ. അവർ ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടാണ് ഈ സാധനം കയറി ഹിറ്റ് ചെയ്യുന്നത്. 40 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് വ്ളാദിമിർ സെലൻസ്കി, അതായത് വാർ നിർത്താനുള്ള ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് റഷ്യ എവിടം വരെ തകർന്നു പോകും. അതായത് ഇന്ത്യയുടെ വലിയ പാർട്ട്ണറാണ്, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. അപ്പോൾ എവിടെ അത്രമാത്രം റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്നത്. കാരണം ഉക്രൈന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തോട്ട് കാര്യങ്ങൾ പോയി. അവൻ നല്ല പോലെയാണ് റഷ്യക്ക് അടി കൊടുക്കുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ റഷ്യയുടെ വെടിതീരാനുള്ള സമയം വളരെ ദൂരമല്ല. കാരണം അത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ റഷ്യ വീണു പോകുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ.